ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ്, ഇന്ന് വീക്കെൻഡാണെന്നാണ് ഞാൻ പറയുന്നത്. ബട്ട് ബിക്കോസ് നമുക്കിവിടെ റംദാൻ ഹോളിഡേയ്സാണ്, 4 ദിവസം ഹോളിഡേയ്സാണ്. ആൻഡ് ഇന്നലെയും ഞാനൊക്കെ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ആൻഡ് ഐ ഡോണ്ട് ഹാവ് പ്ലാൻസ് ഫോർ ദിസ് വീക്കെൻഡ്. നമ്മൾ കുറേ പ്ലാൻ ഇട്ടതാണ്, പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥകൾ കാരണം ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി ഒമാന് പോവാം, അസർബൈജാന് പോവാം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്നും നടന്നില്ല. ആൻഡ് ലേറ്റർ അവളുടെ അച്ഛൻ്റെ വീട്ടിൽ പോയി, അവളുടെ ഫാമിലി അവിടെ ഉണ്ട്. സോ അവൾ അങ്ങോട്ട് പോയി. പിന്നെ സുർവി ഈസ് ലൈക്ക് ദി CIS. പിന്നെ ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കിപ്പോൾ ഇങ്ങനെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയാനുള്ള സർക്കിളൊന്നും ഇതുവരെ ഇല്ല. ആൻഡ് പണ്ടും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആരുമില്ല. ഓക്കെ, സോ ഐം ലൈക്ക് ഫൈൻ വിത്ത് ഇറ്റ്. പക്ഷേ ബിക്കോസ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതാണ് മെയിൻ റീസൺ ആയതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് എ ബിറ്റ് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. പിന്നെ മൈക്കും ഓഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഞാൻ DJ ആയതുകൊണ്ട് മൈക്കും മേടിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഷോ ഓഫ് ആണെന്ന്, ഷോ ഓഫ് അല്ല. ഓണസ്റ്റ്ലി എൻ്റെ കയ്യിൽ വേറെ മൈക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമെങ്കിൽ. പക്ഷേ എല്ലാവരും പറയണത് ഓഡിയോ ഇല്ല. ഐ എം ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് കംപ്ലയിൻറ്റ്സ്. അപ്പോൾ ഞാൻ മൈക്ക് മാത്രം വാങ്ങേണ്ട ട്രാൻസ്മിറ്റർ അടക്കം മേടിച്ചിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, പ്ലീസ് വാച്ച്. ആൻഡ് നിങ്ങൾക്ക് വല്ല കമൻറ്റും വീഡിയോ ലോങ് ആവുന്നുണ്ട്, ഈ പോർഷൻസ് വേണ്ട, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഓക്കെ, എന്നാലാണ് വല്ല കാര്യമുള്ളൂ. അല്ലാണ്ട് ഞാൻ ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് ഒരർത്ഥവുമില്ല. അതുകൊണ്ട് എന്നോട് പറയണം. ഓക്കെ, പിന്നെ എനിക്കറിയില്ല, കുറേ കാര്യം പറയാനുണ്ട്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ സ്റ്റോറേജിൻ്റെ സ്ഥലം കുറവാണ്. അതുകൊണ്ട് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓണസ്റ്റ്ലി എവറി ഡേ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ, ഷോർട്ട് വീഡിയോ, ആ വീഡിയോ, ഈ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ മറന്നു. ഞാൻ ഈ വർക്കും കാര്യങ്ങളും എല്ലാത്തിൻ്റെ ഇടയിൽ ഞാൻ എന്തിനെടുത്തേക്കണേ, എന്താ പറയണമെന്നൊക്കെ എനിക്ക് മറന്നു. അത് ഓൾസോ എനിക്ക് പല ഐഡിയാസും വരും. ഞാൻ എന്നിട്ട് എഴുതിയൊന്നും വയ്ക്കില്ല മിക്ക സമയത്തും. കുറച്ച് കഴിഞ്ഞ് എനിക്കോ എല്ലാം ഞാൻ മറന്നു. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ വീഡിയോ എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയില്ല. സോ വാട്ട്സ് മൈ പ്ലാൻ ടുഡേ ഈസ് എൻ്റെ കസിൻ്റെ വീട്ടിൽ പോവാം. കാരണം എനിക്ക് വേറെ പണിയില്ല. അപ്പോൾ ഇവിടെ അടുത്തുള്ള കസിൻ തന്നെയാണ്. സോ ഐ എം ഗോയിങ് ദെയർ ഈസ് മൈ കറൻറ്റ് പ്ലാൻ. ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് പോകില്ലോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. പിന്നെ ഞാൻ വിചാരിച്ചു ബുർജുമാൻ മോൾ പോവാം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. വിചാരങ്ങൾ മാത്രമാണ് കേട്ടോ. കാരണം പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കാർഡ് വീണ്ടും കാലിയാവും. അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്നലെ ഓഫീസ് കഴിഞ്ഞിട്ട് എൻ്റെ ഡെയിലി സ്റ്റെപ്സ് നോക്കിയപ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് 351 സ്റ്റെപ്സ്. ഇമാജിൻ, ഒരു ദിവസം ഞാൻ നടന്നിട്ടുള്ളതാണ് പറയണേ. അപ്പോൾ വെച്ച് ലൈക്ക് നോ ഇതിന് ശരിയാവില്ല. ഐ തോട്ട് ടു ഗോ ഫോർ എ വാക്ക്. ഞാൻ പോയി കോഫിയൊക്കെ കുടിച്ച് ചില്ലടിച്ച് ഞാനൊരു റീലൊക്കെ ഇട്ടിട്ട് തോന്നുന്നു. അതുപോലെ ഇത് എപ്പോഴും എത്താമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ഇത് എത്തുമ്പോഴത്തേക്കും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നുണ്ടാവും, ഐ ഗെസ്. ഇപ്പോൾ എനിക്കറിയില്ല ഇവിടെ, അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. വോട്ടെവർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ രാവിലെ എനിക്ക് പോഹ ഉണ്ടാക്കണം. ഞാൻ പോഹ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റേ റൈസ് ഫ്ലേക്സും മറ്റേ നട്ട്സും അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഗ്രാനുലേൻ്റെ ബാക്കിയുണ്ട്. പിന്നെ എൻ്റെ ഓപ്പോസിറ്റുള്ള റൂംമേറ്റ് അവൾ കുറേ സംസാരിച്ചു. അപ്പോൾ എനിക്ക് പാവം തോന്നി. അപ്പോൾ ഞാൻ കുറേ നേരം കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആൾ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ എനിക്കും കുറച്ച് ഫുഡൊക്കെ തന്നു. രാത്രി 10 മണി. ഞാൻ എന്നിട്ട് വേഗം കുറച്ച് കഴിച്ചിട്ട് പോയിട്ടോ. ലൈക്ക് ഞാൻ രാത്രി കഴിക്കില്ല ഫുഡ് യൂഷ്വലി. അപ്പോൾ രാത്രി ഫുഡ് കഴിക്കില്ല എന്നല്ല, വെരി ലെസ് ക്വാണ്ടിറ്റി ഐ ഹാവ്. ലൈഫ് ഡസ് നോട്ട് ഫീൽ ടു എംപ്റ്റി ആൻഡ് ഓൾ. പക്ഷേ ഐ എം റിയലി കൺഫ്യൂസ്ഡ്. ലൈക്ക് ഒറ്റ ക്ലാരിഫിക്കേഷൻ കൂടി തരാനുള്ളത്, എൻ്റെ ബാല എന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് അതിഥിയും കൂടെ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആൻഡ് ഐ തിങ്ക് പീപ്പിൾ ആർ ഓൾസോ തിങ്കിങ് ഐ എം പോസ്റ്റിംഗ് എ ലോട്ട് ഓഫ് സാഡ് കോണ്ടൻറ്റ് ആൻഡ് സ്ട്രഗ്ലിങ്. സി, I think what I'm posting is what my mental state is right now. It does not mean that I'm sad every time or I'm happy every time. I'm like, very judgy every time. പക്ഷേ this is just me. Because എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, there were different parts of my life and I've shared almost everything. But last year I haven't shared much literally. I haven't posted, only I have posted around 4 reels, 4 videos hardly, because life was kind of very difficult. അതെനിക്ക് ഷെയർ ചെയ്യണ്ടായിരുന്നു ആ സമയത്ത്, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തില്ല.
ആൻഡ് അന്നത്തെ കുറേയൊക്കെ ബിൽഡപ്പാണ് ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഐ എം വെരി സാഡ് വിത്ത് മൈ ലൈഫ്. ഇൻഫാക്ട് ഐ എം ഹാപ്പി വിത്ത് മൈ ലൈഫ് ദ വേ ഇറ്റ് ഈസ് റൈറ്റ് നൗ, ബിക്കോസ് this is what I wanted and I'm still developing. It does not mean that I'm supremely happy. I'm happy. Okay, ചില ഡിപ്സ് ഉണ്ടാവും, ചില ലോസ് ഉണ്ടാവും. അത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ ഇവിടെ 2 തത്ത, പച്ച തത്ത അത് വന്നിരുന്നു. ലൈക്ക് ഓ ഗോഡ് എന്ത് ഭംഗിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേക്ക് 2 കൂടെ പറന്നുപോയി. ഓക്കെ, വാട്ട് എവർ, ഗെറ്റിംഗ് ബാക്ക് ടു ദ സീരിയസ് മോഡ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാനും അതിനും കൂടെ വിചാരിക്കായിരുന്നു ഒരു സ്റ്റുഡിയോ ഒക്കെ എടുത്ത് മാറണം. ബിക്കോസ് ഇവിടെ ഈ പറഞ്ഞ പോലെ റെൻ്റൽ അഗ്രിമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് നോട്ട് നൗ. ഓക്കെ, ഐ എം ഹാപ്പി വിത്ത് വെയർ ഐ എം റൈറ്റ് നൗ. ഇപ്പോഴത്തെ കാര്യമല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം വേണം. ലൈക്ക് മൈ ഓൺ. ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മേ ബി അതായിരിക്കട്ടോ, ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെന്നൊരു തോന്നൽ വന്നാൽ അത് ഭയങ്കര ഒരു വൃത്തികെട്ട തോന്നല. അതുകൊണ്ട് എനിക്ക് മേ ബി അവരതൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല, ആരും ചിന്തിക്കുന്നുണ്ടാവില്ല ഇൻഫാക്ട്. പക്ഷെ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിൽ ഞാൻ ചിന്തിക്കും, നമ്മൾ ചിന്തിക്കും. ഓക്കെ, മേ ബി എല്ലാവരും ചിന്തിക്കണമെന്നില്ല. സോ അറ്റ് ദിസ് പോയിൻറ്റ് ഐ എം ലൈക്ക് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സാധനം വേണം. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ എം എ ബേർഡൻ എനിവെയർ. ലൈക്ക് ഇൻഫാക്ട് എനിക്ക് എൻ്റെ സ്ഥലം ചെറുതാണെങ്കിലും ഐ എം ഹാപ്പി ദർ വെയറെവർ ഐ ആം. ആൻഡ് എനിക്ക് വേറെ ആരുടെയും വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ അവരെ ഇതാക്കണം. സി ഈവൻ ഇഫ് യു ആർ സീയിങ് ദിസ്, what I'm trying to say is nobody is bad, nobody is like saying this and that. പക്ഷേ എൻ്റെ ഒരു ഇൻറ്റേർണൽ സാധനമാണത്. മേ ബി അതൊരു അഡൾട്ടിങ്ങിൻ്റെ ഭാഗമായിരിക്കാം. ഓക്കെ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് മാത്രമാണത്. അല്ലാണ്ട് ഇത് എല്ലാവർക്കും പറയുമ്പോൾ ഒഫൻഡഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. മേ ബി ഇതെൻ്റെ ഫാമിലി കാണുമ്പോൾ ദേ മൈറ്റ് ഗെറ്റ് ഒഫൻഡഡ്. ഐ എം സെയിങ് യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ഒഫൻഡഡ്. എൻ്റെ കുട്ടിക്ക് റോസ് മെറ്റലൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതാണ് ബേസിക് കാര്യം. എൻ്റെ ഡെയിലി വിസിറ്ററാണ്. ഇവൾ മാത്രമാണോ വരണമെന്ന് എനിക്കറിയില്ല, ഇവളാണോ ഇവരാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എല്ലാ ദിവസവും വരും ആൾക്കാർ. എല്ലാ ദിവസവും പല പല സമയങ്ങളിലാണ് വരിക. അപ്പോൾ എനിക്ക് കിളികളോടും പട്ടികളോടും പൂച്ചകളോടും എല്ലാവരോടും സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാത്തിനും അടുത്ത് വന്നാൽ പേടിയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഹൃത്തുക്കളോട് സംസാരിക്കാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പോഹേൻ്റെ റെസിപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കറിവേപ്പിലകളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ചുണ്ടാക്കണം. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് റെഡി. ഞാനിപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ, ഞാൻ കോക്ടെയിൽ മൂവി കാണാനുള്ള പ്ലാനിലാണ്. കുറേ കാലമായി വിചാരിക്കണു. സ്വന്തമായിട്ട് പൊക്കി പറയല്ല, യൂഷ്വലി ഞാൻ പോകേണ്ടൊക്കെ അടിപൊളിയാവാറുണ്ട്. പക്ഷേ ഇന്ന് കുറച്ച് ഉപ്പ് കൂടിപ്പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കറിവേപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല, ലൈം ഉണ്ടായിരുന്നില്ല. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്തിനാണ് ഞാനത് പറയണമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാനിപ്പോൾ ഈ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കാണുമ്പോൾ ആലോചിക്കാറ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ മൂവി കാണാൻ പോയത്. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ലൈക്ക് എനിക്ക് യങ് ആയിരുന്നു സ്കൂളിനോ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിൽ ഇങ്ങനെയുള്ള വിമൻ ക്യാരക്ടേഴ്സിനൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്ത് വൃത്തികെട്ട പെണ്ണാണ്, മാനേഴ്സ് ഇല്ല, റെസ്പെക്റ്റ് ഇല്ല, ഫുൾ തോന്നിയ ദിവസം. പക്ഷേ എനിക്കിപ്പോൾ കാണുമ്പോൾ അറ്റ് ദി ഏജ് ഓഫ് 26 ഐ ഫീൽ ലൈക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യത്തിന് ശരിയല്ല എന്ന് പറയുന്നതൊരു വലിയ തെറ്റാണ് എന്നാണ് നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങൾ എപ്പോഴും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഇതിൽ കാണുമ്പോൾ ലൈക്ക് ഇതെന്തിനാണ് ഞാൻ ഇപ്പോൾ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറയണം തോന്നി. കാരണം ഞാൻ ഇപ്പോൾ അങ്ങനെ ആലോചിക്കായിരുന്നു, ലൈക്ക് ഇപ്പോൾ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു അതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ 24 മണിക്കൂറും അവർ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട, അവരെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യണം, ആവശ്യമില്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യണം, നമ്മളെ അവരെത്ര ഉപദ്രവിച്ചാലും നമ്മൾ കടപ്പെട്ടിരിക്കണം. പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഹെൽപ്പ് ചെയ്തു ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് നമ്മളിപ്പോൾ ഇങ്ങനെ അവരെന്ത് വയത്തുനിന്ന് വിളിച്ച് വന്നാലും നമ്മൾ ചെയ്യണം. ദ സെയിം വിത്ത് ദ മാരേജ് സിസ്റ്റം. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് നമ്മൾ പറയില്ലേ, കുട്ടികൾ വലുതാകുമ്പോൾ കുക്ക് ചെയ്യാൻ പഠിക്കണം, വീട് ക്ലീൻ ചെയ്യാൻ പഠിക്കണം, ഡ്രസ്സിങ് എങ്ങനെ ആയിരിക്കണം, അവരോട് ഇങ്ങനെ പറയണം, ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കരുത്. പക്ഷേ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് വിറ്റ് എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, എന്നിട്ട് അതൊരു കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ട് കൊണ്ട് നടക്കാം. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇത് മാത്രമല്ല പല മൂവീസും ഞാൻ ഈ അടുത്ത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു.
പണ്ടൊക്കെ ഞാൻ അതേ മൂവീസ് കണ്ടപ്പോൾ എനിക്ക് സാധനമാണ് വിചാരിക്കാറുള്ള അതേ ക്യാരക്ടേഴ്സാണ്. ലൈക്ക് ബ്രോ വാട്ട് ഈസ് ദം ഡൂയിങ് റോങ് ജസ്റ്റ് ബൈ ചൂസിങ് ദംസെൽഫ് എന്നൊരു സാധനമല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാരെ വേണം അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടാൻ. എന്താ ഞാൻ ഉദ്ദേശിച്ചത് ആർക്കും മനസ്സിലായിട്ടാലും ശരിക്കും മനസ്സിലായി. സോറി, പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ നെയിൽസ് ആർ ഗോയിങ് വെരി സ്ട്രോങ് ആൻഡ് ഗുഡ് ആൻഡ് വെൽ. ഞാനൊരു സംഭവം തന്നെയാണ് ഞാൻ എന്നും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. വോട്ട് എവർ. പറഞ്ഞു വന്നത്, മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ ഇന്നലത്തെ രാത്രിയിലത്തെ ഗ്രാനുലേൻ്റെ ബാക്കി കഴിച്ചുകൊണ്ടിരിക്കാം. ആൻഡ് എനിക്കറിയില്ല, എൻ്റെ മൂഡ് ഇസ് ലൈക്ക് സ്വിച്ചിങ്. ലൈക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇത്ര നേരം ആലോചിക്കുന്നു, ഞാൻ പോകണോ? ഞാൻ പോയിട്ട് ഞാൻ അവിടെ ഇരുന്ന് എന്ത് ചെയ്യും? ഇവിടെ ഇരുന്ന് ഞാൻ എന്ത് ചെയ്യും? അവിടെ പോയാൽ എന്ത് ചെയ്യും? എവിടേക്കെങ്കിലും പോകണോ? എവിടേക്കെങ്കിലും പോകാൻ പറ്റുമോ? ഈ ഒരു അവസ്ഥ കാരണം എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ബട്ട് ദി അതർ പോയിൻ്റ് ഈസ്, എനിക്ക് എൻ്റെ പീരീഡ് വരാറായി തോന്നുന്നുണ്ട്. ബിക്കോസ് ഓഫ് സെറ്റ് ഭയങ്കര മൂഡ് സ്വിങ്സ്. എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചില സമയത്ത് ഞാൻ കരയും, ചില സമയത്ത് ഇരുന്ന് ചിരിക്കും, ചില സമയത്ത് ഇരുന്ന് വായത്തൊന്ന് കുളിച്ച് പറയും. താങ്ക്ഫുള്ളി ഇവിടെ ഉള്ളവർക്ക് ആർക്കും മലയാളം അറിയില്ല. എൻ്റെ ചുറ്റും കേൾക്കുന്ന ഒരു റേഡിയസിലുള്ളവർക്ക് അതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ. ബട്ട് സ്റ്റിൽ എനിക്ക് തന്നെ ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്തൊക്കെയോ ആണ് വിളിച്ച് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ഞാൻ എൻ്റെ പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ ഫോണിൽ ഉണ്ടപ്പോൾ ഞാൻ അതൊക്കെ അലച്ചിട്ട് എന്ത് മന്ദബുദ്ധി ബോധം ഉണ്ടായിട്ടാണ് ഞാൻ ഓരോന്നൊക്കെ ചെയ്തതെന്ന് ഞാൻ ആലോചിക്കും. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ആ സമയത്ത് ഞാൻ പാവം ആയിരുന്നു. ഇപ്പോഴും ഞാൻ പാവം അല്ല എന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ യു. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ വേ യു ടോക്ക് ടു മീ. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നമ്മളറിയില്ലേ, ബിക്കം ദറ്റ് ബാഡി, ബിക്കം ദറ്റ് വാട്ട് എവർ കൈൻഡ് ഓഫ് ദാറ്റ് മൈൻഡ് സെറ്റ്. ഇപ്പോൾ പറഞ്ഞ പോലെ വെറോണിക്ക ക്യാരക്ടർ. ദ പ്രോബ്ലം ഇസ്, നിങ്ങൾ ഭയങ്കര എംപത്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലുണ്ടല്ലോ, ഒരാൾ മുങ്ങിയും കൊണ്ട് ഫ്രണ്ടിൽ വന്നാൽ വിൽ ബി ലൈക്ക് അയ്യോ പാവം. ഇതാണ് എൻ്റെ പ്രശ്നം. ഇതാണ് എൻ്റെ പ്രശ്നം. ഇറ്റ്സ് ലൈക്ക് ഒരാൾ എന്നോട് ഇങ്ങനെ അഭിനയിച്ച് ബിഹേവ് ചെയ്താൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബട്ട് ദ പ്രോബ്ലം ഇസ്, ഞാനിങ്ങനെ ഓക്കെ ഞാൻ മിണ്ടില്ല, ഞാൻ ഫോൺ എടുക്കില്ല, ബ്ല 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 ബ്ല. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് ഇതേ ആളെന്നോട് വന്നിട്ട് അയ്യോ ശില്പ എങ്ങനെയുണ്ട് അതിൽ അയ്യോ പാവം, കേൾക്കാം, സാരില്ല, എൻ്റെ വർക്കൊക്കെ മാറ്റി വെച്ച് ഞാൻ കേൾക്കാം. ഞാൻ തന്നെ എന്നെ എന്നിട്ട് ചീത്ത വിളിക്കും. നീ എന്ത് ബോധത്തിലാണ് അവിടെ ഇരുന്ന് സംസാരിച്ചത് എന്നുള്ളത്. ഐ മീൻ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹാവിങ് സെൽഫ് റെസ്പെക്ട്, ബട്ട് ഇറ്റ്സ് ലൈക്ക് ടു മച്ച് അവൈലബിൾ, ടു മച്ച് എംപത്തറ്റിക്. ഞാൻ പറയുന്നില്ല ഞാൻ ഭയങ്കര അടിപൊളിയാണെന്നൊന്നും. ഐ എം നോട്ട്. പക്ഷേ ദിസ് ഇസ് ദ പ്രോബ്ലം. കറൻറ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും കൂടെ പുറത്ത് പോകുകയെന്ന് പറയുന്നുണ്ട്. സോ ഐ എം ലൈക്ക് ഞാൻ അവരുടെ കൂടെ മെട്രോ സ്റ്റേഷനിൽ പോയി എനിക്ക് ഒറ്റയ്ക്ക് നടക്കണ്ടല്ലോ. ഇറ്റ്സ് നോട്ട് ലൈക്ക് എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പേടിയാണ്, അതൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്കറിയില്ല തെറ്റിദ്ധാരണകൾ എത്രത്തോളം ശരിയാണെന്നുള്ളത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് ആദ്യമായിട്ട് ജീവിതത്തിൽ പോയിട്ടൊരു കൺസീലർ ഷോപ്പിൽ നിന്ന് പോയി മേടിച്ചതാണ്. അതൊരു വലിയ ഫ്ലോപ്പായി. വലിയ ഫ്ലോപ്പ് അല്ലെങ്കിൽ ചെറിയൊരു ലൈറ്റർ ഫ്ലോപ്പ്. ബിക്കോസ് ഇത് ഇത്തിരി ഡാർക്കർ, ഇത് റെവല്യൂഷൻ്റെയാണ്. കുറേ കാലം ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നൊരു സാധനമാണ്. പക്ഷേ എനിക്ക് ഷീഗ്ലാമിൻ്റെ വാങ്ങണമെന്നായിരുന്നു. പക്ഷേ എനിക്ക് കറക്റ്റ് ഷെയ്ഡ് കിട്ടിയില്ല. പറഞ്ഞു വന്നിരുന്നത് ഈ ഒരു മസ്കാരയാണ് എസൻസിൻ്റെ. മുന്നേ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ആക്ച്വലി ദിസ് വർക്ക്സ് ലൈക്ക് റിയലി ഗുഡ്. അത്ര വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല, 13-16 dirham സംതിങ് ആണ്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഓക്കെ ഉള്ളൂ കേട്ടോ. ദിസ് ഈസ് വിത്തൗട്ട് എനിത്തിങ്. എനിക്ക് ഓൾറെഡി എൻ്റെ ലാഷസ് ലോങ് ആണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇതൊരു ഫേക്ക് ലാഷ് എഫക്റ്റ് തരുന്ന ഒരു മസ്കാരയാണ്. സോ സി ഡൺ. അതുകൊണ്ട് ഇത് നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ ഇവിടെ നിങ്ങളുടെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്നല്ല US-ലൊക്കെ കിട്ടുന്നു പറഞ്ഞിട്ട് എല്ലായിടത്തേക്കും പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പാക്കിങ്ങാണ്. ലൈക്ക് എല്ലാ സമയവും വീണ്ടും പാക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം. പക്ഷേ കാർഡ് Always open. I know, I don't even know what channel is that. Unfold with Shilpa. Yes, that is Instagram. Like, share and subscribe. Yeah. And don't forget to hit the bell icon. Honestly, എല്ലാവരും എങ്ങോട്ടാ പോകണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഓക്കെ, ഐ നോ യു ഗൈസ് ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദ ഇമ്പോർട്ടൻസ്. It's fine. Vanakkam. Vanakkam, that is Tamil. Yeah, that is Tamil. In Malayalam, we say Namaskaram. Yeah. Easy, I know. It's not. I'm stressed. What happened? I'm trying to be an influencer, but I can't. Just do it now. Just go for it. I'm really conscious about my acne. Yeah. I'm
my acne. Not shy generally about my acne. No, that's fine. You can look it. Everybody does. Everybody. Look at the love in her eyes. Feeding, care, everything other than apparel. المحطة الأخيرة لهذا القطار هي Whatever you see in that store, other than apparel. I guess it's gonna stand over there. I don't know, I'm scared. I look like a glazed donut. Damn. Then you told you were conscious what? No consciousness. The I look like unconscious a also. glazed donut and I look brown. Why is that? Brown? No. I can't see actually. Yeah. الأبواب تغلق. If that on Sunday we should go to the beach. We have to. Or Saturday evening. Because Sunday we can like sleep in. But the المحطة evening ka الأخيرة problem is لهذا now we can actually see the القطار sky and we can see whatever is happening in the sky. That's the problem. القادمة God, you are paranoid. You are suffering from paranoia right now because of the bombarding from Iran. Let it be. The Let next this station is and Dubai let it Internet City. crumble. There's Microsoft, damn. Everything is there. That's it. Mr. 8. Mr. Never 8. Mr. was a 10 in pH scale. You know, I thought this insurance market uncle, this was like just like an India thing. I didn't know that it was gonna be here as well. Yeah. I didn't even think about that, so no problem. Damn. Are we near to the Burj? I don't think so, right? No, it's on the other I side. can see Burj Al Arab. That Burj is there. Yeah. Anyway, one Burj is there. That's it. Yeah. I mean, like, why is this so dirty? I don't even think You're talking about about that. boyfriends. If I was to name like that, no, X, Y, Z, I would have named them like a F boyfriend. Boyfriend, you know, like. Oh, instead of X. القادمة Yeah. هي So every time I think of him, I'm just gonna be having بين fun. الإنترنت. My The next station is Something like that, yeah. Oh my god, girl, we cracking ourselves up. I wish I had connected my mic, by the way. Oh, you have a mic? I have everything. I like my eyes. Don't worry, you can come in my vlog. I'm a licensed creator, so don't worry. Why do you need a license to You vlog? don't know that? You No. need a license to vlog here. Otherwise, Oh, oh my god. you need a license. Who made that rule? That is a recent rule. You have to get a license to vlog publicly, to show things. Is that Burj? No, that's Burj Al Arab and No, there. Girl, that is literally an escalator. The one that digs in. Jesus Christ. And Burj Khalifa is this side. Over there, right in front of you. That only I'm saying. No, you pointed over there, girl. No. Look at no. from this angle. No. I want to meet someone named Noah. I feel like that would be cool. Like, hi, Noah. المحطة الأخيرة لهذا القطار هي Oh my god, it looks like two pencils together. Right? Yeah. Yeah. Beauty properties. You said you're a teacher, right? Yeah. What do you teach? I'm in the kindergarten section, so I can be as crazy as I want. My God. It's wild over there. It's so Visit cute. something. Yeah, spend a day With kids. with 17 Huh? teachers together. Like, you know, like not in a bad way, but like 17 of the same size, same age, want the same toy, want to do the same thing all at once, and make them study. Like, try to put some like education and like academic intelligence in them. I love kids. I love kids too. I love children. But I don't want. But like being with like so many of them all together is like scary. Yeah, it is. You know what happened? What? In our school, on Teachers' Day, we have to wear sari and go, and then we have to teach children like first standard and all these people for 1 hour. Okay? So I went to this first standard, and these kids were so crazy. What happened? I got so pissed off. I went out, okay, from the door. Yeah. Suddenly something flew from my, like, on top of my head. When I saw it was literally a piece of brick. Brick. There was a brick which was kept near the door so that the door does not close. So this kid
because I got pissed off by him. He Yeah. came behind my back. He literally threw. Just for He was just- targeting your just- head. No, yeah. Damn, Just- survival tactics. Just like that, I just got missed. Otherwise, I would have been in hospital at that second. I mean, I can imagine you fainting because you hit by a brick. What happened? It was not an accident. I was just hit by a brick. How? The child hit me. With what? The brick. Damn. oh my god. But damn. What is that? Kempinski. Okay. It's a hotel. I was staying there first. I was in a hotel there for a month for my company accommodation. الأبواب Then I shifted تغلق. to, because you know what? I have this cousin, okay? I used to teach him. He's in Dubai only. So I used to teach him, and you know what he used to say? He will start laughing when I start teaching. Why? You look so funny. Okay. Then he will start laughing, and he won't learn. Then I'll be just like, I'm going. You call your mom. Then he will, no, stay. Then again he will start laughing. Then I will, why are you laughing? You look so funny. The next station I mean, is like, yeah. I mean, like, but I don't know. I'm like more into like gentle parenting kind of like stuff, like gentle teacher. So I like barely shout and stuff. So like, I don't yeah. shout. But like when my sister, like when I try to help her as well, it more like turns out to be like a heated, you know, like an argument because like we both have like different perceptions, and I'm like, no, it means like that, and she's like, no, you're getting it wrong. My teacher said it like it was this way, and I'm like, no. And then like we're interrupted by our aunt, and they're like, okay, nobody teach nobody. Let's just like let the YouTube do its thing. It's been how long? 7 minutes. Bye. Bye. സോ യെസ്റ്റർഡേ വാസ് ആക്ച്വലി ഫൺ. ഞാൻ ഇന്നലെ ഒരു ഈവനിങ് ആയപ്പോൾ എത്തിയിട്ടോ. ഞാൻ പിന്നെ അധികം വ്ലോഗ് ചെയ്തിട്ടില്ല ബിക്കോസ് എനിക്കറിയില്ല എവറി വൺ ഹാവ് ടു ബി കംഫർട്ടബിൾ. സോ അത് ഞാൻ ചെയ്തിട്ടില്ല. സോ റൈറ്റ് നൗ നമ്മൾ പുറത്ത് പോവാണ്. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ബിർജുമാൻ മോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോവാന്നുള്ള പ്ലാനിങ് ആയിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. സോ വി ആർ പ്ലാനിങ് ടു ഗോ. അപ്പോൾ അങ്ങനെ ആൻഡ് അറിയില്ല, ഇന്നലെ ആക്ച്വലി നല്ല രസമായിരുന്നു. ഇന്നലെ ഞാൻ ആ വ്ളോഗിൽ കണ്ട എല്ലാവരെയും ഇന്നലെയാണ് റാൻഡമായിട്ട് കണ്ടത്. അപ്പോൾ എനിക്ക് കുറേ കാലമായിട്ട് ഞാൻ ആരെയും ലെറ്റൻ ചെയ്യാറില്ല സംസാരിക്കാൻ. ലൈക്ക് ഞാൻ കുറച്ച് എന്താ പറയുക, ഒരു വോയിസ് ബിൽഡ് ചെയ്ത് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ. കാരണം ഞാൻ അധികം ആൾക്കാരെ ഇങ്ങനെ എടുക്കാറില്ല ഇൻറ്റേർണലി, കാരണം അറിയാലോ, ബിക്കോസ് ഓഫ് ദാറ്റ്. അപ്പോൾ ഇന്നലെ ആക്ച്വലി എനിക്ക് ഭയങ്കര ഓപ്പണായിട്ട് തോന്നി. ഇന്നലെ അത് വാസ് ആക്ച്വലി ഫൺ. പെട്ടെന്ന് എല്ലാവരും പോയപ്പോൾ ലൈക്ക് അവർ വേറെ സ്ഥലത്ത് പോയി, ആൻഡ് ഐ ഫെൽ ലൈക്ക് ഓക്കെ ദാറ്റ് വാസ് ഗുഡ്. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ലെറ്റ്സ് സീ വേർ ഇറ്റ് ഗോസ്. ആൻഡ് എനിക്കറിയില്ല, ബിക്കോസ് ഇറ്റ്സ് ബീൻ എ വൈൽ ഐ ഹാഡ് ലൈക്ക് പ്രോപ്പർ ഫ്രണ്ട്ഷിപ്സ് ആൻഡ് എവറിത്തിങ്. സോ ലെറ്റ്സ് സീ. ഞാനിപ്പോൾ ഈ ഗെറ്റ് റെഡി മേക്കപ്പ് പരിപാടിയൊന്നും ഇപ്പോൾ ചെയ്യാറില്ല. കാരണം ഐ തിങ്ക് ഫുൾ ഇൻ്റർനെറ്റ് ഇസ് ഫിൽഡ് വിത്ത് ഇങ്ങനത്തെ കോണ്ടൻറ്റ്. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം മേക്കപ്പ് ചെയ്യാനും. Everyone knows, like everyone knows. Even if people don't know, they have everything with them. So in case if they want, they have like the resources to do it. I'm really concerned with my hair right now because എൻ്റെ ഹെയർ ഇങ്ങനെ പോകാൻ തുടങ്ങി. ഞാൻ വല്ല മുട്ടയായിരിക്കും കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു. So and I'm actually glitching between. ഞാൻ വലുതായി ഇൻ ദ സെൻസ് ലൈക്ക് നമ്മൾ പറയില്ലേ പണ്ടൊക്കെ യു ആർ എ വുമൺ, നോ ഐ എം നോട്ട് എ വുമൺ യെറ്റ് വരും. പക്ഷേ എനിക്കിപ്പോൾ അറിഞ്ഞൂടാ. ഐ ലൈക്ക് ചില സമയത്ത് ഐ ഡു ഫീൽ ലൈക്ക് ഐ മീൻ ഐ ആം യങ്, ബട്ട് ഐ എം നോട്ട് സേയിങ് ഐ എം നോട്ട് യങ്, ബട്ട് യു നോ ആ ഒരു ഗ്ലിച്ച്, ഇറ്റ്സ് ലൈക്ക് എ ഇൻ ബിറ്റ്വീൻ സ്റ്റേജ് ആൻഡ് ഇറ്റ്സ് വെരി വിയേർഡ്. ക്രൗൺ പ്രിൻസസ് എമിറാത്തുകൾ മാതൃരാജ്യത്തോടൊപ്പം പോറ്റുനാടിനെയും സ്നേഹിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവരും സ്നേഹവും സന്തോഷവും. കാഷ്വലായിട്ട് ഒന്നും ചെയ്യണ്ട, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഞാൻ ആക്ച്വലി നാട്ടിൽ നിന്ന് വന്നപ്പോൾ എല്ലാം മേടിച്ചിട്ട് വന്നു. സോ ലൈക്ക് അറിയുന്നു മാസ് ഓൾറെഡി ഞാൻ കുറേ പൊട്ടിച്ചതാണ്. ബട്ട് സ്റ്റിൽ ഐ ഗെസ് ദേ ഹാവ് എ ഗുഡ് കളക്ഷൻ. ലൈക്ക്
വീട്ടിലിടാൻ പറ്റിയതൊക്കെ ഉണ്ട്. പ്രിറ്റി ഡീസൻറ്റ് കളക്ഷൻ. ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഓഫറുള്ളതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് R&Bയിൽ വരുന്നത്. ഞാനും ഇപ്പോൾ ഭയങ്കര പിക്കി, എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ വലുതാകുമ്പോൾ നമ്മുടെ പ്രിഫറൻസസ് മാറും എന്ന് പറയുന്നത് ഭയങ്കര സത്യം. എനിക്ക് പണ്ട് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊന്നും ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. ലിറ്ററലി. ബാത്ത് ആൻഡ് ബോഡിയിൽ ആക്ച്വലി ഞാൻ കഴിഞ്ഞ വന്നപ്പോൾ 30 ആയിരുന്നു, ഇപ്പോൾ 25 ആയിട്ടുണ്ട്. ഇവിടെ ഒന്ന് കൺഫേം ചെയ്തോളൂ, കാണിച്ചേക്കാളും ഉണ്ടാവും. 2 എണ്ണം. ഏറ്റവും വലിയ പ്രശ്നം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്നും മനസ്സിലായില്ല. Hello, good afternoon. കുഴപ്പമില്ല. ഇത് ഏതാത്? ഇത് ഏറ്റവും വലിയ പ്രശ്നം എല്ലാ മണം കൂടെ മിക്സപ്പ് ചെയ്ത അവസാനം ഒന്നും മനസ്സിലായില്ല. ഞാൻ എത്ര കോഫി കൊടുത്താലും എനിക്ക് ഓർമ്മ നിൽക്കില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 1000 വിഷസ്, അതെനിക്ക് ഇഷ്ടമാണ്. 1000 വിഷസ് ബെസ്റ്റ് സെല്ലറാ തോന്നുന്നുണ്ട്. എനിക്ക് ഓണസ്റ്റ്ലി അപ്പാരൽ ഗ്രൂപ്പിനേക്കാളും മാക്സിലാണ് കൂടുതൽ ലാൻഡ്മാർക്കിൻ്റെ സാധനങ്ങൾ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതിനോടൊരു ചായവുള്ളതുകൊണ്ടായിരിക്കാം ഞാനൊന്നും. ബിക്കോസ് ഇറ്റ്സ് പ്രിറ്റി യുനോ നല്ല കളക്ഷനാണ്. ജിമ്മിന് ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേ. എനിക്കിങ്ങനത്തെ നല്ല സെക്സി ടോപ്പൊക്കെ ഇട്ടിട്ട് പോകണം. ഓക്കെ, വി ഹാവ് ടു ഗെറ്റ് സം റിയലി ഗുഡ് കോട്ട് സെറ്റ്സ്. നാട്ടിൽ പോകണമെന്ന് ഇവിടേക്കൊന്നും വരണം. ഇവിടെ പലരും മറ്റേ റീൽസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ നല്ല ഓഫറുണ്ട്. ഹെൽത്ത് ആൻഡ് ഗ്ലോ തന്നെയാണ് തോന്നുന്നുണ്ട്. ഭയങ്കര സൈലൻ്റ് അല്ലേ ഇവിടെ? എന്നായതുകൊണ്ടാണോ ഭയങ്കര കുറവ്? അതെ, ആ ഇപ്പോഴും ആൾക്കാർ കുറവാ. നെക്സ്റ്റ് ടൈം ഇതൊന്നും ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം. ഐ തിങ്ക് ദിസ് വൺ ഇസ് ബെറ്റർ. പക്ഷേ ഇതിന് 5000 സംതിങ് ആണോ? ഞാൻ ഈ ക്യാമറ വാങ്ങായിരുന്നതോ. പിന്നെ ഐ എം തിങ്കിങ് ടു ബൈ ഐഫോൺ. ഇത് വേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഈ ക്യാമറ വാങ്ങാം. ബിക്കോസ് ഇത് ഭയങ്കര ഡെലിക്കേറ്റാണെന്ന് പറയണത്. സോ ഈവൻ കോസ്ത കോഫിയിലും ഉണ്ടായിരുന്നു. കുറേ നേരം ജാസ്മിൻ ജാസ്മിൻ That's my favorite flower. പണ്ട് അച്ഛമ്മ ഉണ്ടല്ലോ, അവിടെ മുല്ലപ്പൂ ഉണ്ടാകുമ്പോഴേ എല്ലാ ദിവസവും മാലുണ്ടാക്കിയിട്ട് എൻ്റെ തലയിൽ വെക്കല പണി. എല്ലാ കല്യാണത്തിനും അവിടെ പോയാലും എനിക്ക് കുറേ മുല്ലപ്പൂ ഉണ്ടാവും. മുടിയൊന്നും ഉണ്ടാവില്ല, മുല്ലപ്പൂ മാത്രമേ ഉണ്ടാവും. ഫുൾ പ്ലാനിങ്ങാ. അവള് പോയി കഴിഞ്ഞാലുള്ള പ്ലാനിങ്ങാ പറയാ. ഞങ്ങള് ഗോവയിൽ പോയിട്ടില്ലേ, ഇതേപോലെ ഒരു ബോട്ട് കയറി. ആ ബോട്ടിൽ 4 പേര് നന്നായിട്ട് ഡ്രങ്ക് ആയിരുന്നു. അവിടെ വെച്ചിട്ട് അയാൾ ബോട്ട് നിർത്തി. ബോട്ട് എന്ന് പറഞ്ഞാൽ വഞ്ചിയാണ്. വഞ്ചിയിൽ മോട്ടർ വെച്ചേക്കാ. നടുക്കെത്തി ഡോൾഫിനെ കാണാൻ പോയതാ. ഞാനും ചെറുത്, സ്നേഹം ചെറുത്. അമ്മ കരയാൻ തുടങ്ങി, ഞാൻ കരയാൻ തുടങ്ങി, അച്ഛനും അവസാനം കരച്ചിലാൻ തുടങ്ങി. അവസാനം ആ കടലിനെ നടുക്ക് വെച്ചിട്ട് തിരിച്ചു വരുന്ന വേറൊരു ഇതിലേക്ക് മാറി. ലിറ്ററലി അതിന് നടുക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം കൂടെ വെള്ളത്തിൽ പോയേനെ. ഇവന്മാരാണെങ്കിൽ ഇങ്ങനെ സൈഡിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ബോട്ട് ഇങ്ങനെ ചായി. അതിൻ്റെ ഒപ്പം ഇയാള് ബോട്ട് നിർത്തി. അല്ല, ഇവന്മാര് പറഞ്ഞിട്ടാ
അച്ഛനവസാനം കരച്ചിൽ കരയാൻ തുടങ്ങി. ഞങ്ങൾ 3 പേരും കരയാൻ തുടങ്ങി. പക്ഷെ അങ്ങനെയല്ല, ഈ കാര്യമില്ല. ഇത് സിറ്റി സെന്റർ അല്ലേ? I'm honestly too tired. I think I got my period also right now. Hi. So ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി, ഞാൻ തിരിച്ചു വന്നു. സോ എനിക്കറിയില്ല, എന്നൊരു ഭയങ്കര മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഐ വാസ് ഓൾറെഡി PMSing max and I broke down. Sorry, no, broke up. Nobody to broke up though. So അതാണ് ഇന്നത്തേത്. എന്തായാലും വാഷ് ചെയ്തു, നാളത്തെ ഗ്രോസറി ഒക്കെ മേടിച്ചു, ലൈക്ക് യുനോ ബേസിക് അഡൾട്ടിങ് സ്റ്റാഫ്. ആൻഡ് ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ കീർത്തനെ വിളിക്കണം. ആൻഡ് ഐ ഡോണ്ട് നോ മാൻ. ഓക്കെ, ചിലപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് വ്ളോഗുമ്പോൾ അതിൻ്റെ പേര് ഐ തിങ്ക് ദിസ് ഇസ് ബിക്കമിങ് ലോട്ട് ലോങ്ങർ. സോ യെസ്, ഇന്നത്തെ പരിപാടി ഞാൻ ആക്ച്വലി ഫുഡൊക്കെ ഉണ്ടാക്കി, ദാൽ കറിയും റൈസൊക്കെ ഉണ്ടാക്കി, പിന്നെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി ബൈ ദ വേ. ആൻഡ് ഇന്ന് സൺഡേ ആണ്. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് പ്ലാനൊന്നുമില്ല. ഹാഡ് എ തെറപ്പി സെഷനായി, ഹാവ് സം തിങ്സ് ടു ഡു ആൻഡ് യുനോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഐ തിങ്ക് ഐ എം വൈൻഡിങ് അപ്പ് ദിസ് വ്ളോഗ് റൈറ്റ് നൗ. ഐ തിങ്ക് ഇറ്റ്സ് ബീൻ എ ലോങ് വീഡിയോ. ഞാൻ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഐ ജസ്റ്റ് തോട്ട് ടു ഷെയർ ഇറ്റ്, സോ ഐ ജസ്റ്റ് ഷോട്ട് ഇറ്റ്. സോ യാ, thanks for watching. I'll be back with another video very very soon. So I'll catch you up in the coming vlog. Let's see what's going to happen. Baaki vlogs kandilengil, do watch it. So bye bye.